പരിശോധിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിത്യജീവന്റെ വചനങ്ങൾ. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? തന്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നത്തേക്ക് ആരോപണം ചെയ്ത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വെള്ളിപ്പറമ്പിൽ brother prays Eucharist, which I said at the beginning of the Mass, is the source and summit of Christian life. My contribution to the whole day's program is essentially celebrating this Mass for you, to celebrate and pray for you this Holy Eucharist. And I pray the deliberations this day, the meeting, gathering be one with the full of experience, above all, experiencing God's presence in our lives. വളരെ മനോഹരമായി സുവിശേഷത്തിന് ആമുഖമായി നമ്മൾ ഒരു പാട്ട് പാടി. വചനം നിത്യമാണ്, എല്ലാം മാറും, രൂപങ്ങൾ മാറും, എന്നാൽ വചനം മാത്രം മാറുകയില്ല. അതിനെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മൾ ബൈ ആക്സിഡന്റ് ആയിട്ട് ഇവിടെ വന്നവരല്ല. ഈ ലോകത്തിലേക്ക് വന്നത് ബൈ ചാൻസ് അല്ല. നിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ അറിയും, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ഓരോരുത്തർക്കും പേരുണ്ട്. അതുപോലെ തന്നെ അതിലുപരിയായി ദൈവം നമുക്ക് ഓരോരുത്തർക്കും പേര് തന്ന് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഈ കാഴ്ചവെപ്പ് തിരുവോസ്തി, പുഷ്പങ്ങൾ, ഫലവർഗ്ഗങ്ങൾ എന്നിവയാണ് ഇപ്പോൾ ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അനുതാപത്തിന്റെ വിശുദ്ധിയോടും കൂടെ കർത്താൻ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങളുടെ അധർമ്മം നിന്ന് എവിടെ അടിച്ചിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തമായ രഹസ്യങ്ങൾ ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥ വഴി സമാധാന സമാധാനം വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സൃഷ്ടിയിലേക്ക് ഉയർത്തി എല്ലാ നാവുകളിൽ നിന്ന് കൃത്യതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പരിപൂർണ മനുഷ്യനായ ശ്രീജാതനായി നിയമത്തിനധീനായി ഉദ്ധരിക്കുവാൻ നിയമത്തിനധീനാവുകയും ഞങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങളായി
താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഒരു ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ വെച്ചുകൊടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രവൃത്തിയെ മണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും പ്രതിമാരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ ഈ ദാസരുടെ കൃപയോട് ആവസിച്ച് അതിനെ ആശീർവദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങൾ വർദ്ധിക്കും, പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുള്ള ഉയർപ്പുള്ള പ്രത്യാശയ്ക്കും നിന്നെ ബലപ്പെടുത്തിയ എല്ലാവരും സ്വർഗരാജ്യത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധത്തിന്റെ രക്തത്താൽ രക്ഷയുടെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതമായ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗത്തിലിറങ്ങിയതും ലോകത്തിൽ മുഴുവൻ ജീവിതമാകുന്നു. ഇത് പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും